ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ തുടർച്ചയായ 4ാം ദിവസവും തിരച്ചിൽ. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 7ാം പോയിന്റിലാണ് JCB ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8ാം പോയിന്റിലും തിരച്ചിൽ നടത്തും. 6ാം പോയിന്റിൽ തലയോട്ടി അടക്കം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ചേരുന്നു തത്സമയം. ബൈജു, ഇപ്പോൾ കുറച്ചു സമയമായി ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട് 7ാം പോയിന്റിലാണ് തിരച്ചിൽ. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. ഭവ്യ, 7ാം പോയിന്റിലെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി 8ാം പോയിന്റിലേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ തൊഴിലാളികളെ ഇപ്പോൾ 8ാം പോയിന്റിലേക്ക് നീങ്ങുന്നതും നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഒരുപക്ഷെ 7ാം പോയിന്റിൽ നിന്നും എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? അത്തരം വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കാരണം 6ാം പോയിന്റിൽ നിന്നും നമുക്ക് ഇക്കരെ, അതായത് നേത്രാവതി പുഴയുടെ മറുകരയിൽ നിന്നും കൃത്യമായി ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിൽ വ്യക്തമായൊരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും എന്തെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. ഒരു പക്ഷേ ഈ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ഇന്നലെ പത്രക്കുറിപ്പ് ഇറക്കിയ പോലുള്ള വന്നാൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവൂ. പക്ഷേ 8ാം പോയിന്റ് വളരെ നിർണായകമാണ്. കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. സാക്ഷി അത്തരത്തിൽ വെളിപ്പെടുത്തിയ സ്ഥലമാണ്. അത് മാത്രമല്ല, റോഡിൽ നിന്നും കൃത്യമായി കാണാൻ സാധിക്കുന്ന സ്ഥലത്തിലാണ് ഈ 8ാം പോയിന്റ് ഉള്ളത്. 8 മുതൽ 11 വരെയുള്ള പോയിന്റുകൾ റോഡിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് ഈ ദേശീയപാതയ്ക്ക് ചേർന്ന് കിടക്കുന്ന വനത്തിന് അരികിലാണ്. പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് ഏറ്റവും പ്രധാനം JCB, അതായത് ചെറിയ JCB ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിശോധന നടത്താൻ പറ്റും. ഒരു പക്ഷേ 13ാം പോയിന്റ് വരെ വളരെ വേഗത്തിലെത്താനാണ് SIT ശ്രമിക്കുന്നത്. വളരെ വേഗത്തിൽ പരിശോധന നടത്തി ഇതിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നതും. നിലവിൽ 7ലെ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. JCB ഉപയോഗിച്ച് ഈ ശുചീകരണ തൊഴിലാളി പറയുന്ന എത്ര ആഴത്തിൽ കുഴിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായും SIT ചെയ്യുന്നതും. ഏതായാലും DGP അല്പസമയത്തിനകം ഇവിടെ എത്തുന്നുണ്ട്. DGP നേരിട്ട് അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് ഇവിടെ എത്തുന്നത്. നിലവിൽ 7ലെ പരിശോധന പൂർത്തിയായിട്ടില്ല. 8ലെ ഒരുക്കങ്ങൾ നടത്തുന്നതും നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഏതായാലും കൃത്യമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഈ 6ൽ ഇത്തരത്തിലുള്ള അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഇനി വളരെ സൂക്ഷ്മതയോടുകൂടി തെളിവുകൾ തേടിയാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം നടക്കുന്നതും. 6ാം പോയിന്റ് കാടിനകത്താണല്ലേ ബൈജു? ഭവ്യ, 6ാം പോയിന്റ് അല്ല, 7ാം പോയിന്റാണ്. അല്പം മാറി നമുക്ക് പുറത്തുനിന്ന് അല്പം കാണാമെങ്കിലും ഇന്നലെ 6ാം പോയിന്റിൽ കണ്ടത്ര വ്യക്തത 7ാം പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കൂടുതൽ പുറത്തെത്തിക്കാൻ കഴിയാത്തത്. ഒരു പക്ഷേ നിർണായകമായ തെളിവുകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്തെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിക്കുന്ന, അദ്ദേഹം പറയുന്നിടത്ത് എത്രത്തോളം ആഴത്തിൽ കുഴിക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 11:30 കൂടിയാണ് ഇന്ന് ഈ സംഘം എത്തിയത്. വലിയ സുരക്ഷാ സന്നാഹം ഓരോ ദിവസം കഴിയുമ്പോഴും ധർമ്മസ്ഥലയിലെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. SIT സംഘം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, SIT സംഘത്തിന്റെ ആളുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. തൊഴിലാളികളും ഇന്ന് കൂടുതലുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന, അത്തരത്തിൽ വളരെ വേഗത്തിൽ ഈ പരിശോധന പൂർത്തിയാക്കാനാണ് SIT ലക്ഷ്യമിടുന്നത്. 13 പോയിന്റ് വരെ ആദ്യം പൂർത്തിയാക്കും. പിന്നീട് മാത്രമേ മാർക്ക് ചെയ്യുന്ന കാര്യത്തിലും, അതല്ല ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ നിർണായകമായ മൊഴികളുണ്ട്, ഇതാരാണ് തന്നെ ഏൽപ്പിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഈ 13ലെയും പരിശോധന പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. ഭവ്യ, തീർച്ചയായും 7ാം പോയിന്റിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഇനി 8ാം പോയിന്റിലേക്കുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർണ്ണമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ സമയത്ത് കൃത്യമായി ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോട്ടയം CMS കോളേജ് വിദ്യാർത്ഥി ജുബിൻ ജേക്കബ് മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം. CMS കോളേജ് മുതൽ പനമ്പാലം വരെയായിരുന്നു ജുബിൻ ജേക്കബ് അപകടമുണ്ടാക്കിയത്. തുടർന്ന് റോഡിലെ മരത്തിൽ വാഹനം ഇടിച്ചു നിർത്തുകയായിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. കോട്ടയം CMS കോളേജ് വിദ്യാർത്ഥി ജുബിൻ ജേക്കബ് മദ്യലഹരിയിൽ ഓടിച്ച വാഹനം അപകടമുണ്ടാക്കുന്നതിന്റെ CCTV ദൃശ്യമാണ് പുറത്തു വരുന്നത്. ആ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെ വൈകുന്നേരമാണ് ഈ അപകടം നടന്നത്. CMS കോളേജ് മുതൽ പനമ്പാലം വരെയായിരുന്നു ജുബിൻ ജേക്കബ് അപകടം ഉണ്ടാക്കിയത്. തുടർന്ന് റോഡിലെ മരത്തിൽ വാഹനം ഇടിച്ചു നിർത്തുകയായിരുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, വിശദാംശങ്ങൾ.
ഭവ്യ, ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അപകടമാണ്. കോളേജിൽ നിന്ന് പോവുകയായിരുന്നു ജിബുനും മറ്റു 2 വിദ്യാർത്ഥികളും. ഇതിനിടെ CMS കോളേജ് മുതൽ ഏതാണ്ട് എല്ലായിടങ്ങളിലും പനമ്പാലം വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി വാഹനങ്ങൾ തകർത്തു. 7ഓളം കാറുകൾ ഇടിച്ചിട്ടുണ്ട്. മറ്റ് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവയ്ക്കും അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു ഇത് എന്ന് പിന്നീട് വ്യക്തമായിട്ടുണ്ട്. നാട്ടുകാർ ഈ ഒരു വാഹനം ഒരു മരത്തിലിടിച്ചാണ് നിന്നത്. തുടർന്ന് ഇയാൾക്ക് പരിക്ക് കൂടി പറ്റിയതോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. നിലവിൽ ആരും ഈ അപകടത്തിൽപ്പെട്ട ആരും പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ ഇയാളൊരു KSU പ്രവർത്തകനാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം KSUവിൽ നിന്ന് നേരത്തെ തന്നെ പുറത്താക്കിയതായിരുന്നു എന്നാണ് KSU ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തായാലും ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം പരിധിയിലാണ് ഈ ഒരുപാട് അപകടങ്ങൾ ഈ യുവാവ് ഉണ്ടാക്കിയത്. ഇത് ഇന്നലെ വൈകുന്നേരമായിരുന്നു അല്ലേ സംഭവം? ഇന്നലെ വൈകുന്നേരമാണ് CMS കോളേജിൽ നിന്ന് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. ഇയാൾ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കോളേജ് അധികൃതരിൽ നിന്നും. കോളേജും ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോളേജ് കടക്കും. കോളേജിന്റെ പുറത്ത് നടന്ന സംഭവമാണെങ്കിലും കോളേജിന്റെ പേരിന് അപമതിപ്പുണ്ടാക്കി എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോളേജ് മാനേജ്മെന്റിന് നിലവിൽ ഉള്ളത്. കോളേജിൽ നിന്നാണോ ഇയാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് വന്നത്? തീർച്ചയായും കോളേജിൽ എന്തോ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കോളേജിൽ നിന്ന് പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത്. അതിനിടയ്ക്ക് മറ്റെവിടെയെങ്കിലും ഇറങ്ങി മദ്യം കഴിച്ചതാണോ അതോ വാഹനത്തിൽ ഇരുന്ന് കഴിച്ചതാണോ എന്നുള്ള വിവരം ലഭ്യമല്ല. എന്തായാലും കോളേജിന്റെ ഭാഗം മുതൽ ഏതാണ്ട് പനമ്പാലം വരെയുള്ള 3 കിലോമീറ്റർ പരിധിയിലാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും ഇതിൽ കാര്യമായ പരിക്കുണ്ടോ ശ്രീജിത്ത്? ഈ ഗുരുതര പരിക്കുകളൊന്നുമില്ല. നിരവധി വാഹനങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആർക്കും അങ്ങനെ കാര്യമായ പരിക്കുകളൊന്നും നിലവിലില്ല. ശരി, നന്ദി. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച ഹൈക്കോടതി. ദുരന്തം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞെന്നും ഇതുവരെ തീരുമാനമെടുക്കാനായില്ലേ എന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചു. ഓഗസ്റ്റ് 13-നകം തീരുമാനമറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് 1 ആണ്ട് തികഞ്ഞത്. ആ ഓർമ്മകൾ നമ്മെ വിട്ടുപോയിട്ടില്ല. ഇപ്പോഴിതാ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാത്തതിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കോടതി എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? കേന്ദ്ര എക്സ്പെൻഡിച്ചർ മന്ത്രാലയം അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതി അറിയിച്ചിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ദുരന്തം സംഭവിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ കേന്ദ്രത്തോട് ഹൈക്കോടതി തിരിച്ചു. ഇതുവരെയും ഒരു തീരുമാനം എടുക്കാനായിട്ടില്ലെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അതായത് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ ബാങ്ക് വായ്പ എഴുതി തള്ളുന്ന ഒരു കാര്യം എഴുതി തള്ളാൻ തയ്യാറായിരുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ആ സമയത്തും നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ വായ്പ പൂർണ്ണമായും കേരള ബാങ്ക് എഴുതി തള്ളിയിട്ടുണ്ട്. മറ്റ് ബാങ്കുകൾക്ക് ഇത് പരിഗണിക്കാൻ കഴിയില്ലേ എന്ന് അന്ന് കോടതി ചോദിച്ചിരുന്നു. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും S ഈശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇത്തരത്തിൽ ഈ കേസ് പരിഗണിച്ചിരുന്നത്. അത് വായ്പ എഴുതി തള്ളാൻ കഴിയില്ലെന്നും മൊറട്ടോറിയം പ്രഖ്യാപിച്ച് അതുപോലെ വായ്പ പുനഃക്രമീകരണം നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. അന്ന് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത SLDC യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് RBI ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലാണ് തീരുമാനത്തിലെത്തിയിരുന്നതെന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. അതേസമയം എപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, ഇതുവരെയും തീരുമാനമെടുക്കാനായിട്ടില്ല എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ദുരന്തം സംഭവിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ദുരന്ത ബാധിതരോട് അതെല്ലാം മുണ്ടക്കൈ ചേർന്ന ദുരന്ത ബാധിത ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ എപ്പോൾ തീരുമാനമെടുക്കണം, ഈ മാസം 13-നകം തീരുമാനം അറിയിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. തീരുമാനം എന്തായാലും കേന്ദ്ര സർക്കാർ ഉടൻ അറിയിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകൂ എന്നുമാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ദുരന്തമുഖത്തെ സൈനിക സേവനത്തിലുള്ള 17 വർഷത്തെ പ്രതിഫല തുക വിനിയോഗവും ദുരന്ത ബാധിതർക്കായി പദ്ധതി ചെലവഴിക്കാൻ സർക്കാർ ഭരണാനുമതി ലഭിച്ച 104 കോടി രൂപ 18 പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്നും ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്.
അതുപോലെ 50 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചുവെന്നും സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട്. മറ്റ് പദ്ധതികൾക്ക് ഉടൻ ഭരണാനുമതി നൽകുമെന്നും സർക്കാരിന്റെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഭാഗ്യ ദുരന്ത ഭൂമി പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ചതാണ്. ദുരന്ത ബാധിതരെ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. അവരുടെ ദുരിതം കേട്ടതാണ്. ഇപ്പോൾ പോലും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വലിയ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.